ജപിക്കുന്നതത്യുത്തമം ഗുരുവായൂരപ്പ. ആൾക്കാരെ കേൾക്കാൻ ആൾക്കാർക്ക് ഇല്ല, അനുഷ്ഠിക്കാൻ കൂടി ആൾക്കാർ ശ്രദ്ധിക്കുക, അനുഷ്ഠിക്കുക. ഈ അനുഷ്ഠിക്കാൻ സാധിക്കില്ല, സമയം കിട്ടില്ല എന്നെല്ലാം പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ ഇതൊന്നും അതിനൊരു എക്സ്ക്യൂസ് അല്ല. രാമൻ ജപിക്കുവാൻ സമയം എപ്പോഴും കാണണം എന്നുള്ളത് വളരെ ഇതാണ്. നമ്മളെല്ലാം എന്ത് സമ്പാദിച്ചാലും, എത്ര സുഖത്തോട് ജീവിച്ചാലും, എത്ര ദരിദ്രനായാലും നമ്മൾ ഈ ലോകം വിട്ടുകൊണ്ട് ഇവിടെ നമ്മൾ മുന്നോട്ട് പോവേണ്ടി വരും. ആ സമയത്ത് നമ്മളെ അനുകരിക്കാൻ, നമ്മോടൊപ്പം നിൽക്കാൻ ഭഗവാനല്ലാതെ വേറെ ആരുമില്ല. അമ്മയോട് അത് പ്രാർത്ഥിക്കാനാണ് ഇവിടെ വന്നത് എന്നുള്ളത് ഭക്തജനങ്ങൾ ഓർത്തേണ്ടതാണ് എന്ന് ഞാൻ പറയണം. നിങ്ങൾക്ക് അത് ചെയ്യണം, അത് വേണം. അവരെ ഇവിടെ നിന്ന് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന സമയമെങ്കിലും ഭക്തിഭാവത്തെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് കേൾക്കുവാൻ ചിലവഴിക്കുക എന്നത് നമുക്ക് എല്ലാവരും ചെയ്യേണ്ടതാണ്. അതിഉത്തമമാണ് എന്ന് ഞാൻ പറയുന്നു. ഇവിടെ എഴുതി വായിക്കുന്ന ഈ ഇതെല്ലാം നിങ്ങളായ ഭക്തജനങ്ങളായ സജ്ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഭഗവാൻ തന്ന അനുഗ്രഹത്താൽ, ഭഗവാന്റെ പ്രേരണയാൽ എന്നും കൂടി ഞാൻ ഉപദേശിക്കട്ടെ. ഭഗവാൻ എന്നോട് എൻ്റെ ഒരു മാനസിക വിഷമ സമയത്ത് ഭഗവാൻ എനിക്ക് തോന്നിച്ചു, നീ എന്തിനാ ഇങ്ങനെ മനപ്രയാസപ്പെടുന്നത്, അതുകൊണ്ട് നീ തുടങ്ങ്, എന്തെങ്കിലും നിനക്ക് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു. അന്ന് മുതൽക്ക് ഞാൻ എഴുതാൻ തുടങ്ങി ഭഗവത് ഭക്തിഗാനങ്ങൾ. ഇവിടെ ഈ ദേവിയുടെ ഇതിൽ ഞാൻ ആദ്യം തുടങ്ങിയിട്ടാണ്, അതിവിടെ ഞാൻ എഴുതിയതാണ്. അത് ഞാനിവിടെ വായിച്ചുകൊണ്ടാണ് ഞാൻ ഈ തുടങ്ങിയത്. അങ്ങനെ പല സ്ഥലത്ത് ആദ്യമായി തുടങ്ങിയത് 1923 കൊളപ്പുള്ളി ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തെ വെച്ചിട്ടാണ്. അത് ഞാൻ എഴുതിയെന്തോ അവിടെ വലിയ സപ്താഹം നടക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് ആ ആചാര്യനൊന്ന് കാണിച്ചു കൊടുത്തു. ഇതെന്താ പറ്റി, നന്നായിട്ടുണ്ടോ ഒന്ന് നോക്കൂ ഭഗവാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം നോക്കി. അദ്ദേഹം പറഞ്ഞു, എനിക്കിത് വളരെ സംതൃപ്തി തോന്നിക്കഴിഞ്ഞു, അതുകൊണ്ട് ഞാനിതൊന്ന് സദസ്സിൽ വായിക്കട്ടെ, അതിനനുഭവിച്ചുകൊണ്ട് ചോദിച്ചു. ശരി, വായിക്കൂ, അതല്ലേ എനിക്ക് ആവശ്യം എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു. ഇതെല്ലാം എന്ത് ഞാൻ ചെയ്യുന്നു അതെല്ലാം എനിക്ക് ഭഗവാൻ തന്നതാണ് എന്ന ഉറച്ച വിശ്വാസത്തിലേക്ക് എനിക്ക് സാധിച്ചു എന്നതാണ് പറയുന്നത്. ഭക്തി കൊണ്ട് നമുക്ക് നേടാൻ എല്ലാം സാധിക്കും എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ ഭഗവാൻ വിഷ്ണു ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ എനിക്ക് മനസ്സിലാക്കി തന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഭക്തജനങ്ങളായ സജ്ജനങ്ങളോട് ഇത് ചെയ്യാൻ പറയുന്നതും കേൾക്കാൻ ഇരിക്കുന്നതും. തൊപ്രങ്കോട് തിരുവാതിര ദിവസത്തിന് എൻ്റെ ഭക്ഷ്യപ്രഭാഷണം ഉണ്ടായിരുന്നു. ഇനി എല്ലാ തിരുവാതിര നാളിലും അവരുടെ ഭക്ഷ്യപ്രഭാഷണം നടത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ ചോദിച്ചല്ല, ഞാൻ ഭഗവാൻ ഒരു വലിയ ആളൊന്നല്ല, നിങ്ങളെപ്പോലെ നിങ്ങളിൽ ഒരുത്തനായി ജീവിച്ച് എൻ്റെ കഴിവ് വല്ലതുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്ന്, നിങ്ങളും നമ്മളുമായി സംസാരിച്ച്, നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത്, നിങ്ങളത് അവരിൽ ഭക്തി വളർത്തി അവരെ വളർത്താൻ ഉപയുക്തമാകട്ടെ. അതിന് അമ്മയായ കാളി ഭഗവതിയുടെയും ഗുരുവായൂരപ്പൻ്റെയും മഹേശ്വരൻ്റെയും എല്ലാം അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ചൊല്ലിയിട്ടാണ് ഞാനിവിടെ വന്ന് പറയുന്നത്. അല്ലാതെ ഞാനൊരു പണ്ഡിതനൊന്നുമല്ല. പക്ഷേ ഒരു കാര്യം എന്തായാലും തീർച്ചയാണ്, അജ്ഞാനിയെ കൂടി പണ്ഡിതനാക്കുന്നതെന്ന ആളാണ് ഇവിടെ ഇരിക്കുന്ന അമ്മയായ ഈ ഭദ്രകാളി ദേവി. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായി ഒരു കഥ പറയാം. കഥ കേൾക്കാൻ ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമാവും. അങ്ങനെയാണ് കൂടെ പറയാം. മഹാകവി കാളിദാസൻ്റെ കഥ തന്നെയാവട്ടെ, എല്ലാം വിസ്തരിച്ച് പറയാനില്ല, ചുരുക്കി ഇത് പറയാൻ പറ്റും. അതായത് കാളിദാസൻ ഒരു ആട്ടിടയനായിരുന്നു. അദ്ദേഹം ആടുമാടുകളെ മേച്ച് കുന്നമ്പുറത്തേക്ക് പോകും. അവിടെ വെച്ച് ആടുമാടുകളെ മേച്ചിട്ടായിരിക്കും. രാത്രി അവിടെ തന്നെ കിടന്നുറങ്ങും. അങ്ങനെ ഭക്ഷണം കൊണ്ടുപോയി കഴിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറിച്ച് കഴിക്കും. അങ്ങനെയൊക്കെ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ ആ സമയത്ത്